Hello dear students. ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ വന്ന ഈ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. A 10 volt cell of negligible internal resistance is connected to a battery of EMF 200 volt and internal resistance 38 ohm as shown in the figure. Find the value of current in the circuit. നമുക്കറിയാം സെല്ലിന്റെ പല കോമ്പിനേഷൻ വരുന്ന സർക്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കറന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്. I equal to net EMF divided by R plus R equivalent. ഇതില് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റർ ആണ്. സ്മോൾ ലെറ്റർ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് സെല്ലിന്റെ നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഈ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇ എം എഫ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഏതൊക്കെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് എടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 10 വോൾട്ട് സെൽ ഓഫ് നെഗ്ലിജിബിൾ ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് സെല്ല് 10 വോൾട്ട് ഉള്ള സെല്ല് ഫസ്റ്റ് സെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി 0 ആണ്. R1 = 0 എന്ന് ഞാൻ എടുത്തു. രണ്ടാമത്തെ സെല്ല്, അതായത് 200 വോൾട്ടിന്റെ സെല്ലല്ല, ബാറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ബാറ്ററി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. ഇതിന്റെ EMF തന്നിട്ടുണ്ട് 200 വോൾട്ട്. ആ ബാറ്ററിക്ക് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ R2 ആണ് 38 ഓം. ഇനി നെറ്റിന്റെ നമുക്ക് R1 = 0, R2 = 38 ഓം. നെറ്റ് EMF കണ്ടുപിടിക്കണമെങ്കിൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയെന്ന് നോക്കണം. ഇവിടെ ഞാൻ ഈ 200 വോൾട്ട് സെല്ല് 100 വോൾട്ട് സെല്ലുണ്ട് ജസ്റ്റ് ഒന്ന് അതോട്ട് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ 10 വോൾട്ട് സെല്ല് പോസിറ്റീവ് നെഗറ്റീവ്. ഈ 10 വോൾട്ടിന്റെ സെല്ലിന്റെ പോസിറ്റീവിലേക്കാണ് 200 വോൾട്ട് സെല്ലിന്റെ പോസിറ്റീവ് 200 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററി നമുക്ക് വേണമെങ്കിൽ ഇക്വലന്റ് സെല്ല് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ കണക്ഷൻ പോസിറ്റീവ് കണക്ഷൻ, ഒരു സെല്ലിന്റെ പോസിറ്റീവ് വേറൊരു സെല്ലിന്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇക്വലന്റ് EMF അല്ലെങ്കിൽ നെറ്റ് EMF എടുക്കുമ്പോൾ E2 - E1, അതായത് ഹയർ വോൾട്ട് സെല്ലിന്റെ EMF മൈനസ് ലോവർ വോൾട്ട് സെല്ലിന്റെ EMF. അപ്പൊ ഇവിടെ 190 വോൾട്ടിന് നമുക്ക് ഇക്വലന്റ് EMF അല്ലെങ്കിൽ നെറ്റ് EMFന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ രണ്ട് സെല്ലുകളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് സെല്ലിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ സമ്മായിരിക്കും. അപ്പൊ നമുക്കിവിടെ R equivalent = R1 plus R2 എന്ന് എഴുതാം. that is equal to 0 plus 38 ohm. that is equal to 38 ohm. R equivalentന്റെ വാല്യൂ നമുക്ക് 38 ohm എന്ന് കിട്ടും. നമുക്ക് എല്ലാ വാല്യൂസും ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കറന്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. I = ഈ നെറ്റ് എന്ന് പറയുന്നത് 190 വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ സ്മോൾ ക്യാപിറ്റൽ R 0 ആണ്, പ്ലസ് R equivalent 38 ഓം ആണ്. that is equal to 5 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. 190/38 എന്ന് പറയുന്നത് 5 ആംപിയർ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, there is an ammeter in the circuit and what is the reading of the ammeter. ammeter reading ആയിരിക്കും 5 ആംപിയർ. Okay, thank you.